ഗൈസ്, ഈ ഒരു വണ്ടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പൊസിഷൻ വെച്ചാൽ ഇതിൻ്റെ ഒരു ബോഡി സ്ട്രക്ചറാണ്. അതിലാണ് എല്ലാവരും വീണ് പോയിട്ടുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. എവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവന്നുള്ളത് 2008 ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ സ്പോർട്സ് ബൈക്ക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വളരെ റയറായ ബൈക്കുകൾ മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണക്കാരന് ബൈക്കുകൾ കിട്ടാണ്ടായിരുന്നില്ല. അതായത് സ്പോർട്സ് ബൈക്ക് അഫോർഡബിൾ ആയ ഒരു പ്രൈസിലൊന്നും കിട്ടാണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ R15 സീരീസ് ഇറങ്ങിയത് 2008. അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സീരീസ് ആയിരുന്നു ഈ R15 സീരീസ്. അതിൻ്റെ തന്നെ 2008 ശേഷം 3 ശേഷം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വന്നുള്ള 2011 സ്റ്റാർട്ടിങ് വന്ന ഒരു വേർഷൻ 2 മോഡലാണ് ഇപ്പോൾ നമ്മളെ ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്ന മോഡലാണ്. ഒരു കാലത്ത് യങ്സ്റ്റേഴ്സിൻ്റെ ഡ്രീം ബൈക്കായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഒരു സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു ബൈക്കൊന്ന് അടുത്ത് കാണാൻ വേണ്ടി കുറേ കൊതിച്ചൊരു ബൈക്കാണിത്. അപ്പോൾ ഈ ഒരു വേർഷൻ 1, വേർഷൻ 2, അതേപോലെ തന്നെ വേർഷൻ 3, വേർഷൻ 4 ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ 2025 എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വേർഷൻ 2 കൊണ്ട് വന്നിട്ട് റിവ്യൂ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു ബൈക്ക് വേർഷൻ 2 സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, നല്ല അവൈലബിൾ ആണ്. അതുമാത്രമല്ല സ്പോർട്സ് ബൈക്ക് അന്വേഷിച്ച് നടക്കുന്ന ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് ഏതാണ്, ചെറിയൊരു പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു സ്പോർട്ടി ബൈക്ക് ഏതാണെന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉള്ളവർക്കും ഈ ഒരു വേർഷൻ 2 ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ സൈഡ് വ്യൂ എന്ന് വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ സൈഡ് വ്യൂ വരുന്നത് വേർഷൻ 3 വേർഷൻ 4 ഒക്കെ ആയിട്ട് നല്ല കിറ്റിൽ ചേഞ്ച് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡിസൈൻ ഇന്നും മികച്ചത് തന്നെയാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇതിൻ്റെ ലുക്കിന് ഒരു കോട്ടം പറ്റാത്ത രീതിയിലുള്ള ഒരു ലുക്കാണെന്നുള്ളത്. അന്ന് ആ യമഹ കൊടുത്ത ആ ഒരു ബോഡി സ്ട്രക്ചർ എനിക്ക് തോന്നിയത് ഏറ്റവും അടിപൊളി ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ആൾ ടൈം സ്ട്രക്ചറാണ് ഈ ബോഡിക്കുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ R1 ഒക്കെ കാണാൻ നമുക്ക് ആ ഒരു പഴയ ടൈപ്പ് R1 ഒക്കെ ഒരു ലുക്കായിട്ട് ഈ വണ്ടി വരും. R1 പോലെ ഉണ്ടെന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇതിൻ്റെ ലുക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പവറോ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം വെച്ചാൽ R1 ഇതിലും എത്രയും മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. അത് വെച്ചിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലുക്ക് വൈസ് ഈ ഒരു വണ്ടി ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കും. ഈ ഒരു വേർഷൻ 2 നമ്മൾ ഈ ഒരു ബൈക്ക് കാണുന്ന ബൈക്കിൻ്റെ മേജർ പാർട്സും ഫൈബർ ബോഡിയാണ്. അപ്പോൾ ആ ടാങ്കും കുറച്ച് കാര്യങ്ങളും മാത്രം തന്നെയാണ് ഫൈബർ അല്ലാത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വരുന്ന സൈഡിലുള്ള ഈ എയറോഡൈനാമിക് കട്ടിങ് അത് ടോപ്പ് എൻഡ് അടിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി റോഡിൽ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. വണ്ടി ഓടിക്കുമ്പോൾ ടോപ്പ് എൻഡ് ഒക്കെ പിടിക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടും സ്റ്റേബിളൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു വേർഷൻ 2 ബൈക്ക് സിംഗിൾ റൈഡാണ് എനിക്ക് ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ടും പവർഫുള്ളൊക്കെ ആയിട്ട് തോന്നിയത്. പില്ലിയണ് വെക്കുകയാണെങ്കിൽ വണ്ടി ഒന്നുകൂടി ലൈസി ആയിട്ടാണ് തോന്നുന്നത്. കുറച്ച് അത്യാവശ്യം വെയിറ്റുള്ള ഒരാളെ ബാക്കിലിരിക്കണമെങ്കിൽ അത്യാവശ്യം വണ്ടി ഒന്ന് ബാക്കിലോട്ട് പവർ ഒന്ന് കമ്മിയായ പോലെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ഇത് 150 cc ഉള്ളൊരു ബൈക്കാണ്. പിന്നെ വണ്ടി ഈ കാണുന്ന പോലെയല്ല, ബോഡി സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റ് വളരെ കുറവാണ്. പക്കാ ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും പാർക്കിങ്ങിലൊക്കെ നിർത്തിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ബാക്കിലോട്ട് വലിച്ചെടുക്കാമെന്നുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ ഈ ഒരു സീറ്റും ഈ ഒരു റൈഡിങ് പൊസിഷനാണ് പക്കാ സ്പോർട്ടി ലുക്കാണ് വണ്ടി തരുന്നത്. ട്രാക്ക് റൈഡിങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവ് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ. അത്രമാത്രം കംഫർട്ടബിൾ റൈഡൊന്നും നമുക്ക് ലോങ് ഡ്രൈവിൽ കിട്ടില്ല. പക്ഷേ ഈ ഒരു വണ്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ട്രാക്ക് മോഡാണ്. അപ്പോൾ നാട്ടിലൂടെ ചെത്തി പൊളിച്ചെടുക്കാനും റോഡ് പ്രസൻസിനൊക്കെ ഈ ഒരു വണ്ടി കിഡിലനാണ്, ഒന്നും പറയല്ല. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രമാത്രം ലുക്കും അത്യാവശ്യം പവറും 150 cc മാത്രം വരുന്ന ഈ ഒരു ബൈക്കിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ സ്പീഡൊക്കെ നമ്മളെ ടോപ്പ് എൻഡ് അടിക്കുന്നവരൊക്കെ ഇഷ്ടംപോലെ യൂസേഴ്സ് ഇതിനുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു ഹൈ സ്പീഡ് വരെയൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ പോകാൻ പറ്റും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ആകെ 150 cc വരുന്ന ഒരു ബൈക്കിനെ അണ്ടർ റേറ്റ് ചെയ്യല്ല. ഈ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, എന്നാലും ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇതിനെ മെയിനായിട്ട് എല്ലാവരും ആകർഷിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഡിസൈനും എൻജിനും അതേപോലെ പെർഫോമൻസ്, അതേപോലെ തന്നെ എല്ലാം ഇൻക്ലൂഡായിട്ടും നമ്മളെ വണ്ടിയുടെ മൈലേജിനൊരു കുറവില്ല. 40-45 കിലോമീറ്ററൊക്കെ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ് ഈ ബൈക്ക്. പിന്നെന്താ വെച്ചാൽ ഇതിൻ്റെ പാർട്സും നല്ല രീതിയിൽ അവൈലബിൾ ആണ്. യമഹേൻ്റെ സർവീസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ എൻജിൻ അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് ഓടുന്ന ഒരു എൻജിനാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് കോസ്റ്റൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാൻ പറ്റിയ ചെറിയൊരു പ്രൈസിൽ തന്നെ ഉള്ളൂ. വണ്ടി ഓടിക്കുമ്പോൾ വൈബ്രേഷൻസൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ മേജർ പാർട്സും ഫൈബർ ആവുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോരുന്ന ലോഗൊക്കെ അവിടെ നിന്ന് അളകിപ്പോരുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ സൂപ്പർ ഗ്ലൂ അടിച്ച് ഒട്ടിച്ച് ഇരിക്കുകയാണ് ആ ഒരു സീറ്റിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ. പിന്നെ ഇതിൻ്റെ ടയർ വരുന്നത് അത്യാവശ്യം നല്ല ഫാറ്റി ആയിട്ടുള്ള ഒരു ടയറാണ്. നല്ല ടയേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ടോപ്പ് എൻഡൊക്കെ അടിക്കാൻ അതേപോലെ തന്നെ കുറച്ച് ക്രേസി ആയിട്ട് ഓടിക്കണവരാണെങ്കിൽ നല്ല റൈഡേഴ്സ് ഇട്ടിട്ട് റൈഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ എടുത്തു പറയേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഒരു മീറ്ററാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ
നമ്മുടെ ഡിജിറ്റൽ മോഡൽ തന്നെ വരുന്നത്. ഇതിലേറ്റവും ഭംഗി വരുന്നത് അതിൻ്റെ ഒരു RPM മീറ്ററാണ്. അടിയിൽ നിന്ന് മേലോട്ട് കയറി പോണ പോലെ. ഇപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ടൈമിൽ ഏറ്റവും എൻജോയ് ചെയ്യാൻ RPMലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് മേലെ കയറി പോകണമാകുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും ഇത് യൂസ് ചെയ്യണവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മീറ്റർ കയറി പോകണ നല്ല ഭംഗിയാണെന്നുള്ളത്. ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി സസ്പെൻഷനാണ്, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ ചാടുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഈ വണ്ടിക്ക് ഉണ്ട്. ചെറിയ കട്ടറൊക്കെ നമുക്ക് ചാടി പോകാമെന്നുള്ളതിനേ ഉള്ളൂ. ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ കുറച്ച് സീനാണ്. അപ്പോൾ സ്പോർട്ടി ബൈക്ക് ഓടിക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നോർമൽ ബൈക്ക് ഓടിച്ചിട്ട് സ്പോർട്ടിലേക്ക് പെട്ടെന്ന് ചാടുന്നവർക്കൊക്കെ മുതുവേദനയും കൈവേദനയൊക്കെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ ലോങ് ഡ്രൈവ് അത്രമാത്രം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലൊന്നും ഈ വണ്ടി കിട്ടില്ല. ലോങ് ഡ്രൈവ് പോകുന്നവരുണ്ട്, അത് സ്പോർട്സ് ബൈക്കിൽ ഓടിച്ച് നല്ല സ്പോർട്ടി ആയിട്ട് ഇരുന്ന് ശീലമുള്ളവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മേജറായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷേ നിങ്ങളെ പില്ലിയണിന് അതൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന പില്ലിയണ് അത്രമാത്രം സേഫ് ആയില്ല. കാരണം വെച്ചാൽ ചെറിയ സീറ്റേ വരുന്നത്, സീറ്റ് ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ഡൗട്ട് തോന്നും. അപ്പോൾ ഈ ഒരു വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമില്ല. കാരണം അതായത് സ്പോർട്സ് ട്രാക്ക് മോഡൽ വണ്ടിയാണ്, MotoGP പോലത്തെ ഒരു ബൈക്കാണ്. അപ്പോൾ ഈ ഒരു വണ്ടി അതിൻ്റെ ലുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് ഏകദേശം ബാക്കിലെ ആ സീറ്റ് കുഞ്ഞേതാക്കി കൊടുത്തുള്ളത്. ഇതിന് വേർഷൻ 3ലും വേർഷൻ 4ലൊക്കെ ഒന്നുകൂടി കുഴപ്പമില്ലാത്ത കുറച്ചുകൂടി വലിയ സീറ്റാണ്. പക്ഷേ ഇതിൽ ബാക്കിലിരിക്കുന്ന ആളോ ചെറിയ തട്ടോ അല്ലെങ്കിൽ നല്ലൊരു സഡൻ ബ്രേക്കോ ഒക്കെ പിടിക്കുകയാണെങ്കിൽ തെറിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു MotoGP ലുക്കുള്ള വരുന്ന ഈ ഒരു വണ്ടിക്ക് പില്ലിയൻ സീറ്റ് വളരെ ചെറിയൊരു സീറ്റാണ്. അതുമാത്രമല്ല വീണ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു വണ്ടിൻ്റെ പർപ്പസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ സീറ്റ് ഇതിന് പെർഫെക്റ്റ് ആയിട്ട് ലുക്ക് വൈസ് ആണെങ്കിലും ഈ ഒരു വണ്ടിക്ക് ചേർന്നൊരു സീറ്റ് തന്നെയാണ്. എന്നാലും റൈഡർ സീറ്റ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സീറ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഫ്രണ്ടിലോക്കോ ബാക്കിലോക്കൊക്കെ നീങ്ങിയിരിക്കുക, അതേപോലെ തന്നെ കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റ് തന്നെയാണ്. അത്യാവശ്യം വലിയൊരു സീറ്റ് തന്നെയാണ്. നമുക്ക് സ്പോർട്ടി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് കയറിയിരിക്കാം. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും, ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടിക്ക് വന്നുള്ളത് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡാമേജ് പറ്റുകയാണെങ്കിൽ അതിൻ്റെ ചില പാർട്സ് ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പാർട്സ് മാറ്റി വെക്കാൻ പറ്റും. ഈ വണ്ടിൻ്റെ എഞ്ചിനൊക്കെ എനിക്ക് ഓടിക്കുമ്പോൾ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് തന്നെ തോന്നി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സ്പോർട്ടി ഫീലിംഗ് ഒക്കെ കിട്ടും. നമ്മൾ സിംഗിൾ റൈഡ് ആയിരിക്കും ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ്. കാരണം പെട്ടെന്നുള്ള സഡൻ പിക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. അപ്പോൾ ബാക്കിൽ പില്ലിയൺ ഇരിക്കുന്ന പൊസിഷനേ കറക്റ്റ് അല്ല. അപ്പോൾ പില്ലിയൺ ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റൈഡിൻ്റെ ഒരു കംഫോർട്ട്നെസ് ചെറുതായിട്ട് ഷോർട്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു ബൈക്കിൽ ഓടിച്ചപ്പോൾ നല്ല ഒരു എന്താ പറയുക ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് പോകണം, ഒറ്റയ്ക്ക് ഇങ്ങനെ പറത്തി പോകണം. അതിൻ്റെ രസം വേറെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ്. നോൺ ABS ആണ്, ABS ഒന്നും അല്ല. ഗൈസ് നമ്മൾ R15 വേർഷൻ 2 ഒന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റൈഡിങ് പൊസിഷനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5'7" ആണ്, 170 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ എനിക്കിത് കംപ്ലീറ്റ് പ്ലാന്റഡ് ഫൂട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് അടിയിലോട്ട് എത്തുന്നുണ്ട്, എന്നാലും ബാലൻസ് ആണ് കുറച്ചും കൂടി. അപ്പോൾ അത്രമാത്രം ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. മീഡിയം ഹൈറ്റുള്ളവർക്കൊക്കെ ഫുൾ ഫീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ്. നല്ല മുമ്പോട്ട് നിന്നൊരു സ്പോർട്ടി ടൈപ്പാണ്. നമുക്ക് പക്ക ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിൽ കിട്ടുന്ന ആ ഒരു റൈഡിങ് പൊസിഷനാണ്. അപ്പോൾ നമ്മളൊന്ന് ഫ്രണ്ടിലോട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലോങ് റൈഡിനും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിന് റൈഡിങ് പൊസിഷൻ സ്പോർട്ടി, അതേപോലെ തന്നെ സ്പോർട്ടി ബൈക്കൊക്കെ ഓടിച്ച് ശീലമുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ആ റൈഡിങ് പൊസിഷനിൽ റൈഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബാക്കിലോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ നല്ല സ്പോർട്ടി ആയിട്ട് എന്താ പറയുക കടന്നിരുന്നിട്ട് ടാങ്ക് ഹഗ് ചെയ്തിരുന്നിട്ട് ആ ഒരു ലെവലിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിലിരിക്കുന്ന പില്ലിയൻ്റെ കാര്യം കുറച്ച് ഷോക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബാക്കിലൊരുത്തുണ്ട്. അപ്പോൾ അവനിക്ക് എന്താ വെച്ചാൽ കുറച്ച് പേടി തോണ്ടി ഞാൻ സഡനായിട്ട് കുറച്ച് സ്പീഡൊക്കെ കൂട്ടുകയാണെങ്കിൽ ആൾ തെറിച്ച് ബാക്കിലേക്ക് പോകുന്ന ഒരു ഫീല്. അങ്ങനെ ആ ഒരു വ്യക്തി നല്ല പേടിച്ചിട്ടാണ് ബാക്കിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ സിറ്റി റൈഡ്സിലൊക്കെ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഒരിക്കലും ലോങ് ഡ്രൈവിനോ അല്ലെങ്കിൽ ഹൈവേയിലൊന്നും നല്ല സ്പീഡിലൊക്കെ പോകുന്ന ടൈമിൽ ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല ബാക്കിലുള്ള വ്യക്തി. ഇനി അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു സ്പോർട്ടി ഫീലൊക്കെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമായിരിക്കാം. ബട്ട് ഇതിൻ്റെ ഒരു മേജറായിട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്താ വെച്ചാൽ സിംഗിൾ റൈഡിൽ കിട്ടുന്ന ആ ഒരു പവറും കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ബാക്കിൽ പില്ലിയൺ വരുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് വെച്ചാൽ അടിപൊളി ഒരു എഞ്ചിനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 16.7 അതായത് ഈ 17 bhp പവറാണ് ഈ വണ്ടി കിട്ടുന്നത്. അതിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് സിംഗിളായിട്ട് പോകുമ്പോൾ കിട്ടും. എന്താ പറയുക സഡൻ പിക്കപ്പ് പറയുമ്പോൾ അത്രമാത്രം ഒരു എന്താ പറയുക ഭീകരമായ പവറും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ
എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു പവറിന് ഈ വണ്ടിക്ക് ഉണ്ട്. വണ്ടിക്ക് ഇപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും നോക്കി പോകുന്ന ഒരു ഭംഗി തന്നെ ഈ വണ്ടിക്ക് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബോഡി സ്ട്രക്ചറാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ എന്താ വെച്ചാൽ എന്താ പറയുക, അതിൻ്റെ ഈ ഒരു കിറ്റ് നല്ല ഭംഗിയുള്ള ഒരു കിറ്റാണ്. ഇപ്പോൾ ഈ വണ്ടിക്ക് ഈ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വേർഷൻ 2 വണ്ടി ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 3-4-5 മാസമായിട്ടുള്ള ഈ ഒരു വണ്ടി എടുത്തിട്ട്. ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 45,000-50,000 രൂപേൻ്റെ ഉള്ളിലാവും എനിക്ക് ആയിട്ടുള്ളൂ. ചെറിയ ഒരു ടച്ചും പോളിഷും കാര്യങ്ങളും മാത്രമാണ് ഈ വണ്ടിക്ക് വന്നുള്ളൂ. പണികളായിട്ട് വേറൊരു പണി കാര്യമൊന്നും ഈ വണ്ടിക്ക് വന്നിട്ടില്ല. പിന്നെ എൻജിൻ സൈഡൊക്കെ ഓക്കെയാണ്. മെക്കാനിക്കലൊന്നും ആയിട്ട് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ബോഡിയിൽ ചെറിയ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയൊരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കാലപ്പഴക്കമുള്ള ഒരു ബൈക്കാണിത്. എന്നാൽ പോലും നമ്മൾ സൂപ്പർ ഗ്ലൂക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോഡി ക്വാളിറ്റി കുറച്ച് കുറവാണെങ്കിലും എഞ്ചിൻ്റെ സൈഡിൽ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ തോന്നിയിട്ടില്ല. വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീൽ തന്നെയുണ്ട്. ബട്ട് സിംഗിളായിട്ട് ഓടിക്കായിരിക്കും ഒന്നുകൂടി കംഫർട്ടബിൾ ആണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എല്ലാവരും അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് പില്ലിയണ വെച്ച് അതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ പറ്റുമെങ്കിൽ പോകാൻ പറ്റുമായിരിക്കാം. പക്ഷേ എനിക്കൊരിക്കലും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത് ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ R15 വേർഷൻ 3 വേർഷൻ 4 ഒക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഡിഫറൻസ് എന്താ തോന്നിയത്, പവറിൽ അത്രമാത്രം വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ പുതിയ ബൈക്കിൻ്റേതായ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വേർഷൻ 3 വേർഷൻ 4 ഉണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ചെറിയ ഇനീഷ്യൽ പവറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചെറിയ സഡൻ പിക്കപ്പൊക്കെ കയറി പോകുന്നത് കുറച്ച് കൂടിയ പോലെയൊക്കെ ഉണ്ട്. ബട്ട് അത്രമാത്രം ചേഞ്ചും കാര്യങ്ങളൊന്നും പറയാനില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു എന്താ പറയുക പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം വെച്ചാൽ സ്പോർട്ടി ബൈക്കാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കണമെങ്കിൽ ഈ ഒരു R15 വേർഷൻ 3 ഒരു 40,000 ഒരു 50,000 രൂപേൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബൈക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ എൻജിൻ സൈഡ് അതേപോലെ തന്നെ വണ്ടി കിട്ടിയ തട്ടുമുട്ടൊക്കെ നോക്കിയിട്ട് മാത്രം അത്യാവശ്യം വണ്ടിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ട് സെക്കൻഡ്സ് വണ്ടി നോക്കുക. ആരിലൊക്കെ ഒപ്പിച്ചിട്ട് അവിടെ ഇവിടെ തുരുമ്പ് പിടിച്ച് പോയ വണ്ടികളൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ എൻജിൻ പണിക്കുള്ള വണ്ടിക്ക് എന്താ പറയുക സ്മോക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഫീൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക തോന്നിയ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 10-40,000 രൂപക്കൊക്കെ മേടിച്ച് വീട്ടിലേക്ക് ഇടാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ളതൊരു ബുള്ളറ്റ് 350 ആണ്. അപ്പോൾ ആ ഒരു ബൈക്ക് വെച്ചിട്ട് ഈ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ അത് രണ്ടും ബോത്ത് ഓഫ് എന്താ പറയുക വേറെ ക്യാരക്ടറുള്ള ബൈക്കേഴ്സാണ്. അപ്പോൾ ആ ബൈക്ക് എന്താ വെച്ചാൽ ഒരു എന്താ പറയുക സ്പോർട്ടി ആയിട്ടുള്ളതല്ല, പക്ക നോർമൽ റൈഡിങ് പൊസിഷനാണ്. പക്ഷേ ഈ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ സ്പോർട്ടി ആയിട്ടുള്ള ബൈക്ക് എടുക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ അയക്കാത്തതുകൊണ്ട് എനിക്ക് ബുള്ളറ്റ് അന്നത്തെ കാലത്ത് എടുത്ത് തന്നതാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബൈക്ക് എടുക്കും. ഇപ്പോൾ ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റ് ആണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഒപ്പീനിയൻ ഈ ഒരു ബൈക്ക് എടുക്കാൻ തന്നെ ആയിരിക്കും. കാരണം ഇത് അത്യാവശ്യം ലുക്കും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക കുഴപ്പമില്ലാത്ത രീതിയിൽ നീറ്റായിട്ട് കൊണ്ടുപോയി നടക്കാൻ പറ്റിയ. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ മൈലേജൊക്കെ അത്യാവശ്യം നല്ലൊരു മൈലേജിന് ഈ വണ്ടിക്ക് ഉണ്ട്. 40-45 കിലോമീറ്റർ മൈലേജ് വരെയൊക്കെ ഇത് കിട്ടും. അതിൻ്റെ മേലെ കിട്ടുന്നവരുണ്ട്. അപ്പോൾ അത് ഓരോ വണ്ടീൻ്റെ പർപ്പസ് അനുസരിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് അത്യാവശ്യം നല്ല മൈലേജിന് ഈ വണ്ടിക്ക് കിട്ടും. എന്താ പറയുക സിറ്റി റൈഡിലൊക്കെ ഒരു 40 കിലോമീറ്റർ മൈലേജ് കിട്ടുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ബൈക്കുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല ഇതിൻ്റെ ലുക്കിനൊന്നും ഒരു കുറവില്ല. ഈ ഒരു വണ്ടിക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഇതിൻ്റെ ലുക്കും പെർഫോമൻസും അതേപോലെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും ആ ഒരു മൈലേജും കൂടുമ്പോഴാണ് ഈ ഒരു വേർഷൻ 2 കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് അതിന് കുറ്റങ്ങളും കാര്യങ്ങളൊന്നും പറയാനൊന്നും കിട്ടിയില്ല. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഓവറോൾ അടിപൊളിയാണ്. പിന്നെ എന്താ വെച്ചാൽ പില്ലിയൻ്റെ റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടീൻ്റെ ആ ഒരു 150 cc വരുന്ന ഒരു സ്പോർട്സ് ബൈക്ക് എന്നുള്ള ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെ ഈ വണ്ടിക്ക് ഉണ്ട്. മോഡിഫൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലുക്കിൽ തന്നെ ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഈ ഒരു R15 V2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടീൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്തിടുക. അപ്പോൾ ഗൈസ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.